അധ്യായം 80. അബസ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 42. അബസയുടെ വാക്കർത്ഥം നെറ്റിച്ചുളിച്ചുവെന്നാണ്. അധ്യായത്തിലെ ആദ്യ പദമാണിത്. പ്രമാണികളുമായി സംസാരിച്ചുകൊണ്ടിരിക്കെ അന്ധൻ വന്നപ്പോൾ പ്രവാചകൻ അവഗണിച്ചതിനെ നിരൂപണം ചെയ്യുന്നു. പ്രവാചകന്റെ മക്ക ജീവിതത്തിന്റെ ആദ്യകാലത്ത് അവതീർണമായി. പശ്ചാത്തലം അടിക്കുറിപ്പിലുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അദ്ദേഹം നെറ്റിച്ചുളിച്ചു, മുഖം തിരിച്ചു. കുരുടന്റെ വരവ് കാരണം നിനക്കെന്തറിയാം? ഒരു വേള അവൻ വിശുദ്ധി വരിച്ചെങ്കിലോ? അഥവാ ഉപദേശം ശ്രദ്ധിക്കുകയും ആ ഉപദേശം അയാൾക്ക് ഉപകരിക്കുകയും ചെയ്തേക്കാമല്ലോ. എന്നാൽ താൻ പോരിമ നടിച്ചവനോ? അവന്റെ നേരെ നീ ശ്രദ്ധ തിരിച്ചു. അവൻ നന്നായില്ലെങ്കിൽ നിനക്കെന്ത്? എന്നാൽ നിന്നെ തേടി ഓടിവന്നവനോ? അവൻ ദൈവഭയമുള്ളവനാണ്. എന്നിട്ടും നീ അവന്റെ കാര്യത്തിൽ അശ്രദ്ധ കാണിച്ചു. അറിയുക, ഇതൊരുദ്ബോധനമാണ്. അതിനാൽ മനസ്സുള്ളവർ ഇതോർക്കട്ടെ. ആദരണീയമായ ഏടുകളിലാണിതുള്ളത്, ഉന്നതങ്ങളും വിശുദ്ധങ്ങളുമായ ഏടുകളിൽ. ചില സന്ദേശവാഹകരുടെ കൈകളിലാണവ. അവർ മാന്യരും മഹത്തുക്കളുമാണ്. മനുഷ്യൻ തുലയട്ടെ, അവൻ ഇത്ര നന്ദിയില്ലാത്തവനായതെന്ത്? ഏതൊരു വസ്തുവിൽ നിന്നാണ് അവനെ പടച്ചത്? ഒരു ബീജകണത്തിൽ നിന്നാണ് അവനെ സൃഷ്ടിച്ചത്. അങ്ങനെ ക്രമാനുസൃതം രൂപപ്പെടുത്തി. എന്നിട്ട് അല്ലാഹു അവന് വഴി എളുപ്പമാക്കിക്കൊടുത്തു. പിന്നീട് അവനെ മരിപ്പിച്ചു, മറമാടുകയും ചെയ്തു. പിന്നെ അല്ലാഹു ഇച്ഛിക്കുമ്പോൾ അവനെ ഉയിർത്തെഴുന്നേൽപ്പിക്കുന്നു. അല്ല, അല്ലാഹു കൽപ്പിച്ചത് അവൻ നിർവഹിച്ചില്ല. മനുഷ്യൻ തന്റെ ആഹാരത്തെ സംബന്ധിച്ച് ആലോചിക്കട്ടെ. നാം ധാരാളമായി മഴവെള്ളം വീഴ്ത്തി. പിന്നെ നാം മണ്ണ് കീറിപ്പിളർത്തി. അങ്ങനെ നാം അതിൽ ധാന്യത്തെ മുളപ്പിച്ചു, മുന്തിരിയും പച്ചക്കറികളും, ഒലീവും ഈത്തപ്പനയും, ഇടതൂർന്ന തോട്ടങ്ങളും, പഴങ്ങളും പുൽപ്പടർപ്പുകളും നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ആഹാരമായി. എന്നാൽ ആ ഘോര ശബ്ദം വന്നു ഭവിച്ചാൽ, അതുണ്ടാവുന്ന ദിനം മനുഷ്യൻ തന്റെ സഹോദരനെ വെടിഞ്ഞോടും, മാതാവിനെയും പിതാവിനെയും, ഭാര്യയെയും മക്കളെയും. അന്ന് അവരിലോരോരുത്തർക്കും സ്വന്തം കാര്യം നോക്കാനുണ്ടാകും. അന്നു ചില മുഖങ്ങൾ പ്രസന്നങ്ങളായിരിക്കും, സുസ്മേരവും ആഹ്ലാദഭരിതവും. മറ്റു ചില മുഖങ്ങൾ അന്ന് പൊടിപുരണ്ടിരിക്കും, ഇരുൾമുറ്റിയും. അവർ തന്നെയാണ് സത്യനിഷേധികളും തെമ്മാടികളും.